എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. CPM-ഉമായി അകന്ന ശേഷം PV അൻവർ നടത്തിയ ആദ്യ പൊതുപരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ജനങ്ങളോടുകൂടി ആലോചിച്ച ശേഷമേ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം തീരുമാനിക്കൂ എന്ന് PV അൻവർ പറഞ്ഞു. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. അൻവറിന്റെ പരിപാടിക്കെത്തിയ പാർട്ടി അംഗങ്ങൾക്കെതിരെ CPM നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. കോയിലുംകുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് വൈ ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. നിങ്ങൾ അതിര് കിടക്കുന്നു. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒരു പാർട്ടിയായാൽ താൻ അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് PV അൻവർ പറഞ്ഞു. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിനൊപ്പം പോകണമോ, ലീഗിനൊപ്പം നിൽക്കണമോ, സ്വതന്ത്രമായി നിൽക്കണമോ എന്നത് ജനങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. മനസ്സിലായില്ല. അതായത് പക്ഷേ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ. ഓലൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പോരുന്നേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ. നിൽക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുന്നുണ്ട്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? പാർട്ടി വിലക്ക് ലംഘിച്ച് PV അൻവറിന്റെ പരിപാടിക്കെത്തിയ CPM പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. ഓട്ടത്തരം കാണിച്ച അമ്മച്ചിയാണ് ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ.